അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹതാശാസേ ഏക്ക് വെക്കത് ബൈട്ട് ഗയാദ എന്ന് പറയുന്ന കവിത പരിചയപ്പെട്ടു അല്ലേ. കവി കാ നാം ക്യാ ഹേ? വിനോദ് കുമാർ ശുഗൽ. കവിതയ്ക്ക് ടിപ്പണി എഴുതിയിട്ടുള്ളത് നരേഷ് സക്സേന. അപ്പോൾ നരേഷ് സക്സേന വിനോദ് കുമാർ ശുഗലിൻ്റെ കവിതയെ കുറിച്ചുകൊണ്ട് പറഞ്ഞ ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടു. അതിൽ പ്രധാനമായിക്കൊണ്ടും നരേഷ് സക്സേന വിനോദ് കുമാർ ശുഗലിൻ്റെ വിനോദ് കുമാർ ശുഗൽ ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്ന രീതിയാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ആ വ്യക്തിയുടെ ഹതാശ, നിരാശ, അസഹായത, സങ്കട് ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ആ വ്യക്തിയെ പൂർണ്ണമായിക്കൊണ്ടും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് ആര് പറഞ്ഞത്? വിനോദ് കുമാർ ശുഗൽ പറയുന്നത് അല്ലേ. ഇനി നെക്സ്റ്റ്, सड़क पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते? സടക്ക് പർ എന്താ സടക്ക് എന്ന് പറഞ്ഞ? സടക്ക് റോഡ്, പറന്ന് പറഞ്ഞാൽ മീതെ. സടക്ക് പർ റോഡിന് മീതെ. ഗായൽ പടേ, ഗായൽ എന്ന് പറഞ്ഞാൽ മുറിവ്. പടേ ഗായൽ പടേ അപരിചിത വ്യക്തിക്കോ, മുറിവ് പറ്റിക്കിടക്കുന്ന അപരിചിത വ്യക്തിക്കോ, പരിചയമില്ലാത്ത വ്യക്തിയെ, ദേഖ് കർ കാണുമ്പോൾ, ക്യാ എന്താ, ഹം കഹ് സക്തേ ഹൈ നമുക്ക് പറയാൻ കഴിയുമോ, ഉസേ ഹം നഹീം ജാൻതേ അയാളെ ഞാൻ അറിയുകയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അപ്പോൾ ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഒരു വ്യക്തിയെ നമ്മൾ തിരിച്ചറിയുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന പാരമ്പര്യമായ രീതികളാണ് അയാളുടെ പേര്, വിലാസം, ജാതി ഇതൊക്കെ തന്നെ നോക്കിക്കൊണ്ടാണ് നമ്മളൊരു വ്യക്തിയെ തിരിച്ചറിയുന്നത്. വിനോദ് കുമാർ ശുഗൽ കി മത്ത് മേം, വിനോദ് കുമാർ ശുഗലിൻ്റെ മത്തെന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാട്, അഭിപ്രായത്തിൽ വ്യക്തിക്കോ ഹതാശ, നിരാശ, അസഹായത, സങ്കട് ഇതൊക്കെയാണ് ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞു. എന്നിട്ടാണ് പിന്നെ നമ്മളോട് പറയുന്നത്, സടക്ക് പർ ഗായൽ പടേ അപരിചിത വ്യക്തിക്കോ ദേഖ് കർ റോഡിൻ്റെ മീതെ മുറിവ് പറ്റിക്കൊണ്ട് കിടക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ, ക്യാ എന്താ, ഹം കഹ് സക്തേ ഹൈ നമുക്ക് പറയാൻ കഴിയുമോ, ഉസേ ഹം നഹീം ജാൻതേ അയാളെ ഞാൻ അറിയുകയില്ല എന്ന് പറയാൻ കഴിയുമോ? അപ്പം നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഒരു റോട്ടിലൊരു വ്യക്തി മുറിവ് പറ്റി കിടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന മാർഗമായ പേര്, ജാതി, വിലാസം ഇത് നോക്കിക്കൊണ്ട് ഈ രീതിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ നമ്മൾ ആ കിടക്കുന്ന വ്യക്തിയെ നമ്മളൊരു പക്ഷേ അറിയുകയില്ല. എന്നാൽ നമ്മൾക്ക് ഒരിക്കലും തന്നെ ആ വ്യക്തിയെ ഞാൻ അറിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടുന്ന് തിരിച്ചു പോരാൻ സാധിക്കുമോ? അതിന് നമുക്ക് കഴിയുകയുമില്ല. എന്നിട്ട് പറയുന്നു, വാസ്തവമേ യഥാർത്ഥത്തിൽ, ഹം ജാൻതേ ഹൈ കി നമ്മൾ മനസ്സിലാക്കണം, കി എന്തെന്നാൽ, യഹ് വ്യക്തി മുസീബത്ത് മേം ഹേ ഈ വ്യക്തി എന്താണ്? മുസീബത്ത്. മുസീബത്ത് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽറ്റി, പ്രയാസം, അപകടത്തിലാണ്. ഓർ ഇസേ ഹമാരി മദദ് കി ജരൂരത്ത് ഹേ, ഓർ ഇസേ ഇയാൾക്ക്, ഹമാരി നമ്മുടെ മദദ് സഹായം, ജരൂരത്ത് ഹേ ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ റോട്ടിൽ വീണ് കിടക്കുന്ന, മുറിവ് പറ്റിക്കൊണ്ട് കിടക്കുന്ന വ്യക്തിയെ കാണുമ്പോൾ അയാളെ ഞാൻ അറിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ച് പോരാൻ നമ്മൾക്കൊരിക്കലും തന്നെ സാധിക്കുന്നില്ല. കാരണം നമ്മൾ ആ വ്യക്തിയാകട്ടെ പ്രയാസത്തിലാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുന്നു. അയാൾക്ക് നമ്മുടെ സഹായം ആവശ്യമുണ്ട് എന്നുള്ളതും നമ്മൾ തിരിച്ചറിയുന്നുണ്ട് അല്ലേ. എന്നിട്ടോ, യഹ് കവിത ഈ കവിത മനുഷ്യക്കോ മനുഷ്യ കി തരഹ് ജാൻനെ കി യാദ് ദിലാത്തി ഹേ മനുഷ്യക്കോ മനുഷ്യനെ, മനുഷ്യക്ക് തരഹ് മനുഷ്യനെ പോലെ, ജാന്നേക്ക് അറിയുവാനുള്ള യാദ് ദിലാത്തി ഹേ യാദ് ദിലാന എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടാക്കുക.
യഹ് കവിത, ഈ കവിത മനുഷ്യക്കോ മനുഷ്യനെ, മനുഷ്യക്ക് ഈ തരഹ് ജാന്നേക്ക് യാദ് ദിലാത്തി ഹേ, മനുഷ്യനെ പോലെ അറിയുവാനുള്ള ഒരു ഓർമ്മ ഈ കവിത ഉണ്ടാക്കുന്നു. അതിൻ്റെ താഴെ അണ്ടർലൈൻ ചെയ്യണം. हदाशा से एक व्यक्ति बैठ गया था कविता किसकी याद दिलाती है എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയണം എന്ത്? മനുഷ്യക്കോ മനുഷ്യക്ക് തരഹ് ജാന്നേക്ക് യാദ് ദിലാത്തി ഹേ. ഹദാശാസേ ഏക്ക് വ്യക്തി ബൈട്ട് ഗയാദ എന്ന് പറയുന്ന കവിത എന്ത് ഓർമ്മയാണ് ഉണ്ടാക്കുന്നത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമുക്ക് പറയണെന്ത്? മനുഷ്യക്കോ മനുഷ്യക്ക് തരഹ്, മനുഷ്യനെ മനുഷ്യനെ പോലെ ജാന്നേക്ക് അറിയുവാനുള്ള യാദ് ഓർമ്മയാണ് ദിലാത്തി ഹേ ഉണ്ടാക്കുന്നത് എന്ന ആൻസർ എഴുതി കൊടുക്കാൻ നമ്മൾക്ക് കഴിയണം. അപ്പോൾ അതിൻ്റെ താഴെ അണ്ടർലൈൻ ചെയ്യുക. ഇനി നെക്സ്റ്റ്, കവിത ലഗാതാർ നഹീം ജാനെ ഓർ ജാനെ കാ ബയാൻ കർത്തി ജാത്തി ഹേ. കവിത ലഗാതാർ, ലഗാതാർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി, തുടർച്ചയായിക്കൊണ്ട്. നഹീം ജാനെ അറിയുകയില്ല, ഓർ ജാനെ അറിയും. കാ ബയാൻ, ബയാൻ എന്ന് പറഞ്ഞാൽ വിവരണം. കർത്തി ജാത്തി ഹേ നൽകുന്നു. ഇനി ഈ കവിത എടുത്തുകൊണ്ട് നമ്മൾ ഒബ്സർവേഷൻ ചെയ്യുമ്പോൾ, നിരീക്ഷണം നടത്തുമ്പോൾ, രണ്ട് വേർഡുകൾ നിരന്തരമായി കൊണ്ട് റിപ്പീറ്റേഷൻ ചെയ്യുന്നത്, കണ്ടിന്യൂസ്ലി ആയിക്കൊണ്ട് വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഏതൊക്കെ വേർഡാണ്? ഒന്ന് നഹീം ജാന്ന ഓർ ജാന്ന, അല്ലേ? അറിയുകയില്ല, ജാന്ന അറിയും. ഇങ്ങനെയുള്ള രണ്ട് വേർഡുകൾ, കവിതാ വേർഡുകൾ റിപ്പീറ്റേഷൻ ചെയ്യുന്നു. കവിത ലഗാത്താർ, കവിതയിൽ കണ്ടിന്യൂസ്ലി തുടർച്ചയായിക്കൊണ്ട്. നഹീം ജാന്നെ അറിയുകയില്ല, ഓർ ജാന്നേക്ക അറിയും. ബയാൻ വിവരണം. കർത്തി ജാത്തി ഹേ നൽകുന്നു. ശില്പ കി ഇസ് ബാരിക് കാരിഗരി കോ ദേഖേ. ശില്പ കി കവിതാശില്പത്തിൻ്റെ ഇസ് ബാരിക്, ബാരിക് എന്ന് പറഞ്ഞാൽ മൈന്യൂട്ട്, സൂക്ഷ്മമായ. കാരിഗരി കോ ദേഖേ, കാരിഗരി എന്ന് പറഞ്ഞാൽ ക്രാഫ്റ്റ്, ശില്പഭംഗി, കവിതയുടെ രൂപഭംഗി. ദേഖേ ഒന്ന് നോക്കാം. ശില്പി കവിതാശില്പത്തിൻ്റെ ഇസ് ബാരിക് സൂക്ഷ്മമായ മൈന്യൂട്ടായ കാരിഗരി കോ ദേഖേ, ആ കവിതാ ഭംഗിയൊന്ന് ദേഖേ നോക്കാം, ശ്രദ്ധിക്കാം. ഇനി എന്തൊക്കെയാണ് അതിൽ പറയുന്നതെന്ന്. വഹ് മുജേ നഹീം ജാൻതാദ, വഹ് അയാൾക്ക്, മുജേ നഹീം ജാൻതാദ എന്നെ അയാൾക്ക്, വഹ് മുജേ നഹീം ജാൻതാദ എനിക്കയാളെ അറിയുകയില്ല. ഹാത്ത് ബടാനെ കോ ജാൻതാദ എന്തിനറിയാം? കൈ നീട്ടാൻ അല്ലെങ്കിൽ സഹായിക്കാൻ ജാൻതാദ അറിയുമായിരുന്നു. കവി പറയാണ്, വഹ് മുജേ നഹീം ജാൻതാദ എനിക്കയാളെ അറിയുകയില്ല. ഹാത്ത് ബടാനെ കോ ജാൻതാദ കൈ നീട്ടാൻ അറിയാമായിരുന്നു. ഹാത്ത് ബടാനാക്ക അർത്ഥാന്തിക്കാ ഹേ, കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. എന്ത് സഹായത കർണ, അല്ലേ? അയാളെ സഹായിക്കാൻ എനിക്ക് അറിയാമായിരുന്നു. ഹം ഞങ്ങൾ, ഏക് ദൂസരേക്കോ നഹീം ജാൻതേദേ ഒരാൾക്ക് മറ്റൊരാളെ അല്ലെങ്കിൽ പരസ്പരം, നഹീം ജാൻതേദേ അറിയുകയില്ല. ഞങ്ങൾക്ക് പരസ്പരം അറിയുകയില്ല, ഒരാൾക്ക് മറ്റൊരാൾ അറിയുകയില്ല. ഇവിടെ ഇവർ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പിക്ചർ ടെക്സ്റ്റ് പുസ്തകത്തിൻ്റെ സൈഡിലായി കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ നടന്നു പോകുമ്പോഴും ഈ വ്യക്തികൾക്ക് പരസ്പരം അറിയുകയില്ല. അവർ പേരെന്തെന്ന് ചോദിച്ചില്ല, വീടെന്തെന്ന് ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ നടന്നു പോകുന്നത്? ഈ വ്യക്തി അനുഭവിക്കുന്ന പ്രയാസം എന്തെന്ന് കവി തിരിച്ചറിഞ്ഞു. അപ്പോൾ കവി അയാളുടെ ആ പ്രയാസത്തെ ഇല്ലായ്മ ചെയ്യാൻ കവി അയാളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഇപ്പോൾ എക്സാം ഹാളിലിരിക്കുന്ന ഒരു കുട്ടി, നിങ്ങളുടെ തൊട്ടടുത്തിരുന്ന് എക്സാം എഴുതുന്ന ഒരു കുട്ടി, നിങ്ങൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതി, 2 എഴുതി, 3 എഴുതി, 4 എഴുതി, 5 എഴുതി. എന്നിട്ടും ഇവൻ രജിസ്റ്റർ നമ്പർ എഴുതിയിട്ട് കൈ വീശിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞ് നമ്മൾ അവനോട് ചോദിക്കും, എന്താണെന്ന് ചോദിക്കും, അല്ലേ?
കാരണം എന്താ, ഇവൻ കുറേ നേരം അവിടെ ഇരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇന്നാ എഴുതിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അവനിക്ക് പറഞ്ഞു കൊടുക്കും. അതായത് അവൻ്റെ പ്രയാസം അപ്പോൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവനെ സഹായിക്കാൻ നമ്മൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെയും വിനോദ് കുമാർ ശുഗൽ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എന്തു പറയുന്നു, വഹി ഏക്ക് ദൂസരേക്കോ നെഹീം ജാൻതേതേ, ഞങ്ങൾക്ക് പരസ്പരം അറിയില്ലായിരുന്നു. സാത്ത് സാത്ത് ചൽന ജാൻതേതേ, എന്തിനറിയാം, ഒരുമിച്ച് നടക്കാനറിയാമായിരുന്നു. ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് നടക്കാനറിയാം. അതിന് ഞങ്ങളുടെ ജാതിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ വേഷവിധാനമോ ഞങ്ങളുടെ പേരുകളോ ഒന്നും ഞങ്ങൾക്ക് തടസ്സമായില്ല. ഇയാൾ അനുഭവിക്കുന്ന പ്രയാസം ഇല്ലാതെയാക്കാനാണ് കവിയെ ഇയാളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. യഹ് ഇവിടെ നെഹീം ജാന്ന, ഈ അറിവില്ലായ്മ, ഓർ ജാന്ന അറിവും, കവിതാമേം കവിതയിലെ, കിസി ലോക് ഗീത് കെ സ്ഥായി കി തരഹ്, കിസി ഏതോ, ലോക് ഗീത് കെ, ലോക് ഗീത് എന്ന് പറഞ്ഞാൽ നാടോടിപ്പാട്ട്, നാടൻ പാട്ട്, ഫോക്ക് സോങ് എന്ന് നമ്മൾ പറയാറുണ്ട്. നാടൻ പാട്ടിലെ സ്ഥായി സ്ഥിരമായിക്കൊണ്ട്, തരഹ് സ്ഥായി കി തരഹ് ബാർ ബാർ ലൗഡ്താഹേ, നാടൻ പാട്ടിലേതുപോലെ ബാർ ബാർ വീണ്ടും വീണ്ടും ലൗഡ്താഹേ, ലൗഡിന എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുക. ലോകഗീത് കെ സ്ഥായി കി തരഹ്, നാടൻ പാട്ടിലേതുപോലെ സ്ഥിരമായി രൂപത്തിൽ ബാർ ബാർ ലൗഡ്താഹേ, വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. എന്ത്, നെഹീം ജാന്ന, ജാന്ന എന്നീ വേർഡുകൾ കവിതയിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റേഷൻ ചെയ്യുന്നു. നമ്മളൊരു നാടൻ പാട്ട് ആലപിക്കുമ്പോൾ നാടൻ പാട്ട് തുടങ്ങിയ വരികൾ ആ നാടൻ പാട്ടിൻ്റെ നടുവിൽ വീണ്ടും അത് റിപ്പീറ്റേഷൻ ചെയ്യും. ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റേഷൻ ചെയ്തു പോകുന്നതാണ് നാടൻ പാട്ടിൻ്റെ ശൈലി എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെയും ഈ കവിതയിൽ ഗദ്യമേം ലിഖി ഹുയി, ഗദ്യത്തിലെഴുതിയ, കിസി കവിതാമേം ഏതെങ്കിലും കവിതയിലെ, ലിരികൽ, ലിരികൽ എന്ന് പറഞ്ഞാൽ വരികൾ, യാ ഗീതാത്മകത കാ ബോധ്, ഗാനാത്മകതയുടേതായ ബോധ് പ്രത്യേകത, ഇസ് ഗൂബി കെ സാത്ത്, ഈ പ്രത്യേകതയോടൊപ്പം, ഹിന്ദി കി കിസ് കവിതാമേം, ഹിന്ദിയിലെ ഏതെങ്കിലും കവിതയിലെ, ആയാഹേ വന്നിട്ടുണ്ടോ, യാദ് നഹീം ആരഹ എനിക്ക് ഓർമ്മയില്ല. വിനോദ് കുമാർ ശുഗലിൻ്റെ കവിതയിൽ റിപ്പീറ്റേഷൻ ചെയ്യുന്നത്, വേർഡുകൾ റിപ്പീറ്റേഷൻ ചെയ്യുന്നത് പോലെ വേറെ ഏതെങ്കിലും ഹിന്ദി കവിതയിൽ വേർഡുകൾ അല്ലെങ്കിൽ വരികൾ റിപ്പീറ്റേഷൻ ചെയ്തു വരുന്നുണ്ടോ എന്തോ എന്നെനിക്കറിയില്ല എന്നാണ് നരേഷ് സക്സേന ഈ കവിത വായിച്ച് അതിനെ നിരൂപണം നടത്തിക്കൊണ്ട് വായനക്കാരനോട് പറഞ്ഞു തരുന്നത്. ഗദ്യമേം ലിഖി ഹുയി, ഗദ്യത്തിലെഴുതിയ, കിസി കവിതാമേം ഏതെങ്കിലും കവിതയിലെ ലിരികൾ വരികളുടെയോ, യാ ഗീതാത്മകത കാ ബോധ് സംഗീതാത്മകതയുടേതായ ബോധ് പ്രത്യേകത, ഇസ് ഗൂബി കെ സാത്ത് ഈ പ്രത്യേകതയോടൊപ്പം, ഹിന്ദി കി കിസ് കവിതാമേം ആയാഹേ ഹിന്ദിയിലെ ഏതെങ്കിലും കവിതയിൽ ആയാഹേ വന്നിട്ടുണ്ടോ, യാദ് നഹീം ഓർമ്മ, യാദ് നഹീം ആരഹ എനിക്കോർമ്മ വരുന്നില്ല. ഇങ്ങനെ റിപ്പീറ്റേഷൻ ചെയ്യുന്ന വരികൾ ഹിന്ദിയിലെ ഏതെങ്കിലും കവികളുടെ കവിതയിലുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല എന്നാണ് നരേഷ് സക്സേന അഭിപ്രായപ്പെടുന്നത്. ഇനി ലാസ്റ്റ് പാരഗ്രാഫ്. ജൈസേ കിസി ഗസൽ മേം ആഗരി ഷേർ കെ ആഗരി ശബ്ദ് ശ്രോതാവും की जुबान पर आपसे आप आ जाते हैं. जैसे ലൈക്ക് പോലെ, കിസി ഗസൽ മേം ഏതോ ഗസലിലെ പാട്ടിലെ, ആഗരി ഷേർ കെ അവസാനത്തെ, ഷേർ കെ ആഗരി ശബ്ദ്, ഷേർ കെ ആഗരി ശബ്ദ് ഉറുദു കവിതയിലെ വരികൾ, ശ്രോതാവോം കി
ശ്രോതാക്കളുടെ സുബാൻ പർ, സുബാൻ എന്ന് പറഞ്ഞാൽ നാവ്, പർ എന്ന് പറഞ്ഞാൽ മീതെ, സുബാൻ പർ നാവിന് മീതെ, ആപ്സേ ആപ്പ് ആ ജാത്തേ ഹൈ സ്വന്തമായി കൊണ്ടുവരാറുള്ളത് പോലെ, വൈസേഹി അതുപോലെ ഇസ് കവിതാക്കേ ഈ കവിതയുടെ അന്തിം ശബ്ദ് അവസാനത്തെ വേർഡ്, യാനി അതായത് സാത്ത് സാത്ത് ചൽന ഒരുമിച്ചൊരുമിച്ച് നടക്കുക എന്ന് പറയുന്ന വേർഡ്, കെ ബാദ് അതിനുശേഷം, യദി കവിത ഈ കവിതയിലെ പാട് രോഗ് ദിയാ ജായേത്തോ കവിതാപാട് ഈ കവിതയിലെ ഭാഗങ്ങൾ രോക്ക്, രോക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് നിർത്തുക, രോക്ക് ദിയാ ജായേത്തോ നിർത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവസാനിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, സുന്നേ വാലേ സുന്ന എന്ന് പറഞ്ഞാൽ കേൾക്കുക കേൾക്കുന്ന ആളുകൾ, ഗൂദ് സ്വന്തമായിക്കൊണ്ട്, വാക്യ പൂരാക്കർ ദേഗേ സെൻറ്റൻസുകൾ പൂരാക്കർ ദേഗേ ഫിനിഷ് ചെയ്യും പൂർത്തിയാക്കും, ഓർ കഹേഗേ എന്നിട്ട് അവർ പറയുമായിരുന്നു, ജാൻതേ ദേ അറിയാമായിരുന്നു എന്ന്. അതായത് സാത്ത് സാത്ത് ചൽന എന്ന് പറഞ്ഞതിന് ശേഷം ഈ കവിത പെട്ടെന്ന് അവിടെ നിർത്തുകയായിരുന്നുവെങ്കിൽ ഈ കവിത കേൾക്കുന്ന ആളുകൾ ആ കവിതയുടെ വരികൾ ഫിനിഷ് ചെയ്യും, പൂർത്തീകരിക്കും. എന്നിട്ട് അവരെന്തു പറയും? ജാൻതേ ദേ അറിയുമായിരുന്നു എന്ന് അവർ ആ വരികൾക്ക് തുടർച്ചയായിക്കൊണ്ട് അവർ കൂട്ടിച്ചേർക്കും എന്നാണ് നരേഷ് സക്സേന അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ കവിതയെക്കുറിച്ച് കൊണ്ടുള്ള നിരൂപണമാണ് നരേഷ് സക്സേന ഇതിലൂടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ കവിതയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇനി നമുക്ക് ഈ കവിതയുടെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. യഹ് കവിത ഈ കവിത ജാന്യ ശബ്ദ കെ രൂഢീഗ്രസ്ത് അർത്ഥ്, ജാന്യ എന്ന് പറയുന്ന വേർഡിൻ്റെ രൂഢീഗ്രസ്ത് അർത്ഥ്, രൂഢീഗ്രസ്ത് എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായ അർത്ഥം, പൂരി തരഹ് ബദൽ ദേത്തി ഹെ പൂർണ്ണമായ രൂപത്തിൽ ബദൽ ദേത്തി ഹെ മാറ്റുന്നു. യഹ് കവിത ഈ കവിത ജാന്യ ശബ്ദക്കെ ജാന്യ എന്ന് പറയുന്ന വേർഡിൻ്റെ രൂഢീഗ്രസ്ത് അർത്ഥ് പരമ്പരാഗതമായ അർത്ഥത്തെ പൂരി തരഹ് സേ ബദൽ ദേത്തി ഹെ പൂർണ്ണമായ രൂപത്തിൽ മാറ്റുന്നു. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഒരു വ്യക്തിയെ തിരിച്ചറിയുന്നത് നമ്മളെങ്ങനെ തിരിച്ചറിയുന്നതെന്ന് പറഞ്ഞ് അയാളുടെ പേര്, ജാതി, വയസ്സ്, വിലാസം ഇതൊക്കെ തന്നെ നോക്കിയിട്ടാണെന്ന് പറഞ്ഞു അല്ലേ? ഇതാണ് നമ്മൾ പൊതുവായിക്കൊണ്ടൊരു വ്യക്തിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന മാർഗം എന്നാണ് പറഞ്ഞത് അല്ലേ? എന്നാൽ കവിയുടെ അഭിപ്രായത്തിലോ അതല്ല. എന്താ നോക്കേണ്ടത്? അയാളുടെ നിരാശ, അയാൾ അനുഭവിക്കുന്ന പ്രയാസം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ആ വ്യക്തിയെ പൂർണ്ണമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കി എന്ന് നമുക്ക് പറയാൻ കഴിയുക എന്നാണ് കവിയുടെ അഭിപ്രായം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ജാന്യ എന്ന് പറയുന്ന വേർഡിൻ്റെ പരമ്പരാഗതമായ അർത്ഥത്തെ ഈ കവിത പൂർണ്ണമായി കൊണ്ടും ബദൽ ദേത്തിഹെ മാറ്റുന്നു എന്ന്. ഇസ് കവിതാക്കി ഈ കവിതയിലെ പഹലി ദോ പങ്ക്തിയോ മേം ഹി ആദ്യത്തെ 2 വരികളിൽ കവി അപ്പനി പൂരി ബാത്ത് കഹ് ദേത്താ ഹേ, കവി അപ്പനി തൻ്റെ പൂരി ബാത്ത് മുഴുവൻ കാര്യങ്ങളും കഹ് ദേത്താ ഹേ പറയുന്നുണ്ട്. ഇസ് കവിതാക്കി ഈ കവിതയിലെ പഹലി ദോ പങ്ക്തിയോ മേം ഹി ആദ്യത്തെ 2 വരികളിൽ കവി അപ്പനി പൂരി ബാത്ത് കഹ് ദേത്താ ഹേ കവി തൻ്റെ മുഴുവൻ കാര്യങ്ങളും പറയുന്നുണ്ട്. എന്താണോ കവിക്ക് പറയാനുള്ളത് വെച്ചെങ്കിൽ ആ കാര്യങ്ങൾ മുഴുവനായിക്കൊണ്ട് കവി പറഞ്ഞു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ആ കവിത വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത്? ഹതാശാസേക്ക് വ്യക്തി ബൈട്ട് ഗയാത നിരാശനായിക്കൊണ്ടൊരു വ്യക്തി ഇരുന്നു. വ്യക്തിക്കോ മേം നഹീൻ ജാൻത വ്യക്തിയെ ഞാൻ അറിയില്ല, ഹതാശാക്കോ ജാൻതാദ നിരാശയെ അറിയാമായിരുന്നു. ഇസ്ലിയെ ഇതുകൊണ്ട് മേം ഉസ് വ്യക്തിക്ക് പാസ് ഗയാ
മേംനെ ഹാത്ത് ബടായ, ഇതുകൊണ്ട് ഞാൻ ആ വ്യക്തിയുടെ അടുത്തേക്ക് ചെല്ലുകയും മേംനെ ഹാത്ത് ബടായ, ഞാൻ കൈ നീട്ടുകയും ചെയ്തു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കവിത എടുത്തപ്പോൾ കവിതയുടെ വരികളിൽ നമ്മൾ മനസ്സിലാക്കി അല്ലേ. അതായത് കവിക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും കവി ആദ്യം തന്നെ നമ്മൾക്ക് പറഞ്ഞു തന്നു. എന്നിട്ടോ ശേഷ് പങ്ക്തിയാം, ബാക്കിയുള്ള വരികളിൽ ഉസി കഹേ ഗഹേ കോ, ആ പറഞ്ഞതിനെ, ഓർ സഗൻ എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ളതും, ഓർ ഗഹരാ കർത്തി ഹേ, അതിനെ ഡീപ്പ്ലെസ്സുമായി കൊണ്ട് ആഴത്തിലുള്ളതുമാക്കി മാറ്റുന്നു. അതായത് ആ പറഞ്ഞതിനെ ഒന്നുകൂടി എന്താക്കി, തറപ്പിച്ച് പറയുകയാണ് ചെയ്തത്. കവിതാക്ക സന്ദേശേക്ക്, ഈ കവിതയുടെ സന്ദേശം ഇതാണ്. കി എന്തെന്നാൽ ദോ മനുഷ്യോം കെ ബീച്ച് മനുഷ്യതാക്ക അഹ്സാസ്, ദോ മനുഷ്യോം കെ ബീച്ച്, രണ്ട് മനുഷ്യരുടെ കെ ബീച്ച് ബിറ്റ്വീൻ ഇടയിലെ, മനുഷ്യതാക്ക മനുഷ്യത്വത്തിൻ്റെ, അഹ്സാസ് തോന്നൽ, യാനി അതായത് മാനവീയ സംവേദന മാനുഷികമായ സഹാനുഭൂതി, ഹോന ഉണ്ടാവേണ്ടത്, ജരൂരി ഹേ അത്യാവശ്യമാണ്, ജാൻകാരിയാം ജരൂരി നഹീം ഹേ അതിനെന്താ ആവശ്യമില്ല, ജാൻകാരിയാം നോളേജ് അറിവ്, ജരൂരി നഹീം ഹേ ആവശ്യമില്ല. അതിൻ്റെ താഴെ അണ്ടർലൈൻ ചെയ്യണം. ഹദാശാസയേക്ക് വ്യക്തി ബൈട്ട് ഗയാദ കവിതാക്ക സന്ദേശ് ക്യാ ഹേ എന്ന് ചോദിച്ചാൽ എന്തു പറയും? ദോ മനുഷ്യോം കെ ബീച്ച് രണ്ട് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യതാക്ക അഹ്സാസ് മനുഷ്യത്വത്തിൻ്റെ ചിന്ത തോന്നല്, യാനി അതായത് മാനവീയ സംവേദന മാനുഷികമായ സഹാനുഭൂതി ഹോന ഉണ്ടാവേണ്ടത്, ജരൂരി ഹേ ആവശ്യമാണ്, ജാൻകാരിയാം ജരൂരി നഹീം അറിവ് അതിനാവശ്യം ഇല്ല, നോളേജ് ആവശ്യമില്ല. കിന്തു എന്നാൽ യഹ് സന്ദേശ് ഈ സന്ദേശം കവിതാമേം ഉപദേശ് കി തരഹി നഹീം ഹാത്ത കവിതയിൽ എന്താവുന്നില്ല, ഒരു ഉപദേശ രൂപത്തിൽ ഇത് വരുന്നില്ല. കവി ഒരുപാട് ഉദാഹരണങ്ങളിലൂടെയാണ് ഈ സന്ദേശം നമ്മളിലേക്ക് പ്രചരിപ്പിക്കുന്നത് അല്ലേ. ഇത്രയാണ് ഹദാശാസയേക്ക് വ്യക്തി ബൈട്ട് ഗയാദ എന്ന് പറയുന്ന കവിതയിലൂടെ നമ്മൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കവിത എഴുതിയ ആളുടെ പേര് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടു, വിനോദ് കുമാർ ശുഗലാണ്. അപ്പോൾ ഹദാശാസയേക്ക് വ്യക്തി ബൈട്ട് ഗയാദ കവി കാ നാം ക്യാ ഹേ എന്ന് ചോദിച്ചാൽ എന്തു പറയും? വിനോദ് കുമാർ ശുഗൽ. രണ്ടാമത്തേത് ഹദാശാസയേക്ക് വ്യക്തി ബൈട്ട് ഗയാദ കിസ് വിദാ കി രചന എന്ന് ചോദിച്ചാൽ എന്തു പറയും? കവിത എന്ന് പറയും. മൂന്നാമത് ഹദാശാസയേക്ക് വ്യക്തി ബൈട്ട് ഗയാദ കവിത കിസ്കി യാദ് ദിലാത്തി ഹേ എന്ത് ഓർമ്മയാണ് ഈ കവിത ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്തു പറയും? മനുഷ്യക്കോ മനുഷ്യക്ക് തരഹ് ജാന്നേക്ക് യാദ് ദിലാത്തി ഹേ എന്ന് പറയും. നാലാമത് ഹദാശാസയേക്ക് വ്യക്തി ബൈട്ട് ഗയാദ കവിതാ കാ സന്ദേശ് ക്യാ ഹേ എന്ന് ചോദിച്ചാൽ എന്തു പറയും? ദോ മനുഷ്യോം കെ ബീച്ച് മനുഷ്യതാ കാ അഹ്സാസ് യാനി മാനവീയ സംവേദന ഹോനാ ജരൂരി ഹേ രണ്ട് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യത്വത്തിൻ്റെതായ ചിന്ത അതായത് മാനവീയ സംവേദന മാനുഷികമായ സഹാനുഭൂതി ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ജാൻകാരിയാം ജരൂരി ഹേ അതിനെന്താ ആവശ്യമില്ല? നോളേജ് ആവശ്യമില്ല. പിന്നെ നമ്മളൊരു വ്യക്തിയെ തിരിച്ചറിയുവാൻ ഉപയോഗിക്കുന്ന രീതികൾ എന്തൊക്കെയാണ്? ഒന്ന് നാമ്, അതേപോലെ തന്നെ പദേ, അഡ്രസ്, ഉംർ ആദി മുതലായവയൊക്കെയാണ് നമ്മളൊരു വ്യക്തിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത്. വിനോദ് കുമാർ ശുഗൽക്ക് മത്തുമേ വിനോദ് കുമാർ ശുഗലിൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിക്കോ ജാന്നേക്ക് രീതി ക്യാ ഹേ വ്യക്തിയെ മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ അയാളെ തിരിച്ചറിയുന്ന രീതി എന്തൊക്കെയാണ്? ഹദാശ, നിരാശ, അസഹായത, ഉസ്കെ സങ്കട് ഇതൊക്കെയാണ് ഒരു വ്യക്തിയെ തിരിച്ചറിയുന്ന രീതി എന്ന് പറയുന്നത്. അപ്പോൾ കവിതയും ഈ ചാപ്റ്റർ വളരെ സിമ്പിളാണ്. ഇനി ഇതിലുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് സാധാരണഗതിയിൽ കവിതയുടെ ടിപ്പണിയാണ് ചോദിക്കാറുള്ളത്. പക്ഷേ ഈ കവിതയുടെ ടിപ്പണി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. ഇത് 4 വരി പോയംസ് തന്നിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസുകൾ എഴുതാനായിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അത് നോട്ട്സ് ഞാൻ തരണ്ട് കേട്ടോ. ഓക്കെ.